ഇപ്പോൾ രാജി സമർപ്പിച്ച അണ്ണാമല എന്ന വാർത്ത വരികയാണ്. ബി.ജെ.പി. ദേശീയ അധ്യക്ഷന് അദ്ദേഹം രാജി കൈമാറിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി നോബിൾ മാരിക്കരനും സായ്കുമാറുമാണ്. ആദ്യം നോബിളിലേക്ക്. നോബിൾ, ബി.ജെ.പി. വിടുകയാണ് എന്നുള്ള പ്രഖ്യാപനം അണ്ണാമല നേരത്തെ നടത്തിയിരുന്നു. ഇന്നലെ ബി.ജെ.പി. കേന്ദ്ര നേതാക്കളെ ഡൽഹിയിലെത്തി കാണുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ബി.ജെ.പി. വിട്ടുകൊണ്ട് രാജിവെച്ചുകൊണ്ടുള്ള തീരുമാനം വന്നു കഴിഞ്ഞു എന്നാണോ? സ്മൃതി, ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി രാവിലെ അണ്ണാമല കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ പാർട്ടി വിടുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ബി.ജെ.പി. ദേശീയ അധ്യക്ഷനാണ് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ രാജി സ്വീകരിച്ചില്ല എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. ദില്ലിയിൽ തുടരാനുള്ള നിർദ്ദേശം അണ്ണാമലയ്ക്ക് ബി.ജെ.പി. ദേശീയ നേതൃത്വം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ദില്ലിയിൽ തുടരണം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരുമായുള്ള കൂടിക്കാഴ്ചകൾ നിശ്ചയിച്ചിട്ടുണ്ട്. വൈകുന്നേരം ആ കൂടിക്കാഴ്ച ഉണ്ടാകും എന്ന് അറിയുന്നു. അതിനുശേഷം മാത്രമാണ് പാർട്ടി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. അണ്ണാമലയും ഇതിൽ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയും. നിലവിൽ അണ്ണാമല എന്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു താൻ പാർട്ടി വിടുകയാണ് എന്ന കാര്യം. അതുമായി ബന്ധപ്പെട്ട് പുതിയൊരു പാർട്ടി രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കടക്കം അണ്ണാമല കടന്നു എന്ന വിവരവും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ദില്ലിയിലെത്തി നേതാക്കളെ കാണാനുള്ള നീക്കം അണ്ണാമല നടത്തുകയും ചെയ്തത്. ഇന്നലെ ദില്ലിയിലെത്തി ഇന്നിപ്പോൾ രാവിലെ കേന്ദ്ര ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനുമായും ഒപ്പം സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ രാജി നൽകി എന്താണ് അറിയാൻ കഴിയും. എന്താണെങ്കിലും അണ്ണാമല ഇപ്പോഴും ദില്ലിയിൽ തുടരുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയുമായുള്ള കൂടിക്കാഴ്ച കൂടി കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം എന്താണെങ്കിലും വരികയുള്ളൂ. സായ്കുമാർ, ഇപ്പോൾ രാജി സ്വീകരിച്ചിട്ടില്ല, കാത്തിരിക്കാൻ പറയുന്നു. വൈകിട്ട് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കൂടി കാത്തിരിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം വച്ചിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അണ്ണാമല മുന്നിൽ കാണുന്നത്? ബി.ജെ.പി. നേതൃത്വവുമായി അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം നേരത്തെ തന്നെ വന്നിരുന്നു. തമിഴ്നാട്ടിലും അദ്ദേഹത്തിന് ആദ്യം കൊടുത്ത നേതൃത്വം പിന്നീട് അത് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ എന്താണ് അദ്ദേഹം മുന്നിൽ കാണുന്നത്? എന്താണ് ഇപ്പോൾ പുതിയ പാർട്ടിയാണോ, പുതിയ സംഘടനയാണോ അദ്ദേഹം മുന്നിൽ കാണുന്നത്? എന്താണ് സ്മൃതി, ഇപ്പോൾ അണ്ണാമലയുടേതൊരു സമ്മർദ്ദ നീക്കമാണോ എന്നുള്ളൊരു സംശയം ബി.ജെ.പി. നേതൃത്വത്തിനുണ്ട്. അങ്ങനെയല്ല, അത് തീരുമാനം എന്നുള്ളത് കൂടി ഒരു വിഭാഗം സംശയിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും അദ്ദേഹം മക്കൾ ശക്തി എന്ന പേരിൽ പുതിയൊരു പാർട്ടിയോ അല്ലെങ്കിൽ വളണ്ടിയർമാരുടെ ഒരു കൂട്ടായ്മയോ NGO പോലുള്ള ഒരു കൂട്ടായ്മയോ തുടങ്ങിയേക്കാം എന്നുള്ള അഭ്യൂഹവും ശക്തമാണ്. ഈ വാർത്തകളൊന്നും തന്നെ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. നിലവിൽ അദ്ദേഹം നിതിൻ നബീൻ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. അപ്പോൾ ഒരു കാരണവശാലും ഈ രാജിക്കത്ത് നിലവിൽ ഈ രാജിയിലേക്ക് പോകരുത് എന്നൊരാവശ്യം പാർട്ടി അദ്ദേഹത്തിന് മുന്നിൽ വച്ചതായാണ് സൂചന. ഇനി വൈകിട്ട് അമിത്ഷായുമായി നടക്കുന്ന കൂടിക്കാഴ്ച, അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. നിലവിൽ പാർട്ടി നേതൃത്വത്തിന് അദ്ദേഹം രാജിക്കത്ത് കൈമാറിയെങ്കിലും അത് പാർട്ടി സ്വീകരിച്ചിട്ടില്ല. കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത് എന്ന് പാർട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അമിത്ഷായുമായി നടക്കുന്ന ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ ആ നിർണായകമായിട്ടുള്ള തീരുമാനം പുറത്തു വരിക. എന്തായാലും അണ്ണാ DMK-യുമായുള്ള സഖ്യത്തിനായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നു. അതോടൊപ്പം പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു പടയൊരുക്കം, ഇതിലൊക്കെ വലിയ അതൃപ്തിയാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. നിലവിൽ സംസ്ഥാന നേതൃത്വവുമായി വലിയ അകൽച്ചയിൽ അദ്ദേഹം കഴിയുന്നു. ഈ ഒരു അഭ്യൂഹം കുറെ നേരമായുണ്ട്. കഴിഞ്ഞ ദിവസം മുതലാണ് അത് ശക്തിപ്പെട്ടത്. അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നു. പുതിയ ചുമതല കൊടുത്ത് അദ്ദേഹത്തെ മയപ്പെടുത്തുമോ എന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച കൂടി അണ്ണാമലയ്ക്ക് ഉണ്ട് ഇന്ന് വൈകിട്ട്. നോബിൾ മാരിക്കാരനും സായ്കുമാറുമാണ് വിവരങ്ങൾ നൽകിയത്.